ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഹെയർ ബോ ക്രഞ്ചീസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റിൻ ക്ലോത്താണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചസ് ആണ്, വിഡ്ത്ത് 4 ഇഞ്ചും. ഇതാണ് നമ്മൾ ക്രഞ്ചീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ബോ ചെയ്യാനുള്ള പീസാണ്. 2 ബോയാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് 10, വിഡ്ത്ത് 5 ഇഞ്ചുമാണ്. ഇനി ഈ പീസിൻ്റെ അളവ് 5 ഇഞ്ചും 2 ഇഞ്ച് വിഡ്ത്തുമാണ്. ബോ കവർ ചെയ്യാനുള്ളതാണിത്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ക്രഞ്ചീസ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിലൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പിന്ന് ഉപയോഗിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറിച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്കുള്ള ബോ ചെയ്തെടുക്കാം. ബോക്ക് വേണ്ടിയിട്ടുള്ള 2 പീസും ഒരുപോലെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് 2ഉം അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് 2ഉം മറിച്ചെടുക്കുക. അടിച്ച് മറിച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ച ഭാഗം സെൻറ്റർ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് ഈ 2 ക്ലോത്തും നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് 2 പീസും അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അരികുവശം കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മറിച്ച് ഇടുക. പീസ് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വെച്ചിട്ട് സെൻറ്റർ ഭാഗം തുന്നിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ക്രഞ്ചീസ് ഇലാസ്റ്റിക് ഇട്ടിട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇട്ട് നമ്മൾ ഇലാസ്റ്റിക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം നല്ല ഉറപ്പിൽ അടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗം ഒന്നിൻ്റെ ഉൾഭാഗത്തേക്കാക്കിയിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിത് തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ക്രഞ്ചീസ് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബോ റെഡിയാക്കിയെടുക്കാം.
ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റേ പീസും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ 2 ബോയും കൂടി നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കുകയോ നൂല് വെച്ച് കെട്ടിയെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പം ഗമ്മാണ് എടുത്തിട്ടുള്ളത്. ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ബോ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ക്രഞ്ചീസ് തമ്മിൽ യോജിപ്പിച്ച ഭാഗത്ത് വെച്ചിട്ട് ബോ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയോ തുന്നുകയോ ചെയ്യുക. ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അധികമുള്ള ക്ലോത്ത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്രഞ്ചീസ് ബോ റെഡിയായി. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് വീട്ടിൽ തയ്യൽ മെഷീൻ തന്നെ വേണമെന്നില്ല, നമ്മൾ വൃത്തിയായിട്ട് തുന്നിയെടുത്താലും മതി. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെറിയൊരു വരുമാന മാർഗ്ഗം ആക്കിയെടുക്കുകയും ചെയ്യാം ഇത്. താങ്ക് യു ഫോർ വാച്ചിങ്.